നമസ്കാരം. കേരള ഹൈടെക് ഫാമിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ കോതകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടോ. ഒരു ആട്ടിൻകൂട് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് അത്ര വലിയ സൈസല്ല. പക്ഷെ ഇത് ഇതിന് പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ വീടിന്റെ മുകളിലാണ് സെറ്റ് ചെയ്യുന്നത് ട്ടോ. വീടിന്റെ മുകളിൽ ഹൈടെക് ആട്ടിൻകൂട് സെറ്റ് ചെയ്യാണ്. ഇത് 8x4 സൈസ്. അപ്പോൾ അവർക്ക് അടിയിൽ സ്ഥല സൗകര്യക്കുറവുണ്ട്. ഇതും പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂട് തന്നെയാണ് ട്ടോ. അപ്പോൾ അവര് പഞ്ചായത്തിൽ നിന്ന് അവർ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ വീടിന്റെ മേലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചിയും ചേട്ടനും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ അവർക്കൊരു നേരം പോക്കും അവർ അത്യാവശ്യം നന്നായി കൃഷി ചെയ്യുന്ന കൂട്ടതല്ല. അപ്പോൾ അതിലുള്ള വള്ളത്തിനും കാര്യത്തിനും പിന്നെ അവരുടെ വീട്ടിലുണ്ട് ആട്. ഒരു 5-6 ആടുണ്ട്. അപ്പോൾ അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും വീടിന്റെ മേലെ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വേറെ ഒന്നല്ല, അതിന്റെ വേസ്റ്റ് ഒക്കെ നേരെ അടിയിലേക്ക് പോകണ ലെവലിൽ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ 8 അടി നീളം, 4 അടി വീതി, കൂടിന്റെ ഉള്ളുവരം 6 അടി വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ 5 അടി, നടുവിൽ 6 അടി വരും. ഒരാൾക്ക് ഉള്ളിൽ കയറുന്ന ക്ലീൻ ആക്കാനും സൗകര്യത്തിന് വേണ്ടിയാണ് ചെയ്തുള്ളത്. പിന്നെ ഫ്രണ്ടിൽ പുല്ലൂടുണ്ട്, ഫുൾ ലെങ്ത്തിൽ പുല്ലൂട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഫുൾ ലെങ്ത്തിൽ തീറ്റപ്പാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടൽക്ക് ഇവിടെ പുല്ലിട്ട് കൊടുക്കുക ചെയ്യുക, അവിടെ നമുക്ക് തീറ്റയും വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തുള്ളൂ തന്നെ കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞത് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഭാവിയിൽ ഇത് അടിയിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കുകയും ചെയ്യാം, ഓരോ പീസായിട്ട് പൊട്ടിച്ച് മാറ്റി ഇറക്കാനും പറ്റുണ്ടോ. അങ്ങനെ 2 ഓപ്ഷനായിട്ട് അത് ചെയ്തുള്ളത്. ഇവിടെ തീറ്റപ്പാത്രം ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഫുൾ കവർ തന്നെയാണ്. അതാണ് ഫുൾ കവർ ചെയ്യാൻ കാരണം ഇതാണ്. ഭാവിയിൽ ഇറക്കേണ്ടി വന്നാൽ അപ്പോൾ മറ്റുള്ള ശല്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇറക്കിയുള്ളത്. പിന്നെ കാലുയരുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഇത് പ്ലാസ്റ്റിക്കിന്റെ തീറ്റപ്പാത്രമാണ്. ഇത് നമുക്ക് എടുത്ത് ക്ലീൻ ആക്കാനൊക്കെ പറ്റുണ്ടോ. 2 തീറ്റപ്പാത്രം അതെ നമുക്ക് എടുത്ത് ക്ലീൻ ആക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം കേട്ടോ. അത് നല്ല ഭംഗിയായിട്ട് കവറിങ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്. സേഫ്റ്റി ആണ്. പിന്നെ ചേച്ചി പറഞ്ഞ വേറെ കാര്യം വെച്ചാൽ കാക്കൊക്കെ തീറ്റ കഞ്ഞിയും കൊച്ചെടുക്കുമ്പോൾ തീറ്റ ഒന്ന് ശല്യപ്പെടുത്തുമല്ലോ കാക്കകളൊക്കെ വന്നിട്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും നമ്മൾ പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂടെ തന്നെയാണ് ട്ടോ. ഞാനത് നമ്മൾ കുറേ മുമ്പ് ചെയ്യാറുണ്ട് പഞ്ചായത്തിന്റെ കൂടുകൾ. അതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ GST ബില്ലും കാര്യങ്ങളൊക്കെ വേണം. ഇത് നമുക്ക് അതുപോലെ തന്നെ വേസ്റ്റ് ട്രേ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ട്രേ ആണ്. ഇത് വേസ്റ്റ് ട്രേ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ആക്കാനും, പിന്നെ ഇരുമ്പല്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തുരുമ്പിടിക്കുന്നുള്ള പേടിയും വേണ്ട. ഇതിന്റെ യൂറിനൊക്കെ നേരെ അടിയിലേക്ക് പോകും. കാട്ടൊക്കെ ഇവർക്ക് ഇവിടെ നിന്ന് വടിച്ചെടുത്ത് ചാക്കിലാക്കുകയും ചെയ്യാം. അങ്ങനെ 2 ഇതായിട്ടും ചെയ്തുള്ളത്. അപ്പോൾ യൂറിൻ നേരെ പാത്തി കൂടെ അങ്ങോട്ട് അടിയിലേക്ക് ഒരു ബക്കറ്റിലേക്ക് വെക്കോളും. അപ്പോൾ അവിടെ അടിയിൽ അവർക്ക് കളക്ട് ചെയ്യാനും സുഖമാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആട്ടിനിടയ്ക്ക് അടി കൊണ്ടുപോകാനും പറ്റും. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുകൂടെയാണ് കോണിയുള്ളത്. അതുകൊണ്ട് സുഖമായിട്ട് ആടിനെ ഇറക്കാനാ തീറ്റിക്കാൻ കൊണ്ടുപോകണമെങ്കിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ട്. 2 ദിവസം ഞങ്ങളെ കയറ്റി ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് സീലായി. പിന്നെ അവർ തുറന്നിട്ട് നേരെ അവർ ഇറങ്ങി പോകും. ആടെടുത്ത് അങ്ങനെ പ്രശ്നം ഉള്ള കാര്യമില്ല. ഇപ്പം ഇത് കട്ട വെച്ചുള്ള റാമ്പ് ഹൈറ്റ് കുറവ് കേട്ടോ. കട്ട വെച്ചാൽ അവിടെ ഒന്ന് പരുക്കനിടുമെന്ന് പറഞ്ഞു ചേട്ടൻ. പരുക്കനിട്ടതിന് ശേഷം കട്ടയിൽ നിന്ന് മാറ്റി പരുക്കനിലേക്ക് ഇറക്കിക്കാന്ന് പറഞ്ഞു. കണ്ട ഈ പൈപ്പ് കൊടുത്തുള്ള കണ്ടില്ലേ, ഇത് നേരെ അടിയിലേക്ക് പോകും. ഇത് അവരടിയിൽ കോഴിക്കോടും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട അപ്പോൾ ആ പാത്രത്തിലേക്ക് കറക്റ്റ് ചെല്ലും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൽ യൂറിൻ കളക്ട് ചെയ്യാനും പറ്റും. ഇവിടെ നിന്ന് കാട്ടൊക്കെ നമുക്ക് ഒരു പൈപ്പ് കൊണ്ട് വടിച്ചെടുത്ത് അത് നേരെ ചാക്കിലേക്ക് ഇടാനും പറ്റും. അപ്പോൾ ക്ലീനിങ് ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്കിത് വെള്ളമടിച്ച് വേണമെങ്കിൽ കഴുകാം. നേരെ അതങ്ങോട്ട് അടിയിലേക്ക് വെക്കോളൂല്ലോ, വെള്ളമൊക്കെ അടിയിലേക്ക് വെക്കോളും. അത്യാവശ്യം നല്ല സൗകര്യമുള്ള കൂടാട്ടോ. ഇതിപ്പോൾ ഇവർക്ക് ആകെ 2-3 ആടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 6 വലിയ ആടുകളൊക്കെ വരെ ഇടാം. നമുക്ക് 8-4 എന്ന് പറയുമ്പോൾ ഒരു 6 വലിയ ആടിനൊക്കെ മാക്സിമം. വലിയ ആടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് മലബാറി കേട്ടോ. മലബാറിയൊക്കെ നിൽക്കും. പിന്നെ ഹൈബ്രിഡൊക്കെ ആണെങ്കിൽ, അതായത് ജമുനാപ്യാരി വീട്ടിലൊക്കെ ആണെങ്കിൽ അവർക്ക് സൗകര്യം കുറവുണ്ടാവും. അവരെ കൂടി ഒന്ന് 4 മാക്സിമം ഇടാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം പറയും. അവർക്ക് സൂട്ടായ സൈസിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ അഭിപ്രായം ഒന്നും പറയുന്നില്ല. ചിലർ ചോദിക്കും, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാന്നുള്ളൂ. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളല്ലേ. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കാന്നുള്ള നമ്മൾ ഉത്തരവാദിത്വം. അപ്പോൾ ഇതിന്റെ GST ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇത് പഞ്ചായത്തിൽ നിന്ന് പൈസ പാസ്സാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മേലെയാണെങ്കിൽ നമുക്കത് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം. ഞങ്ങൾ പണ്ട് എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 8-9 കൊല്ലം മുമ്പ് നമ്മളൊരു വീടിന്റെ മേലെ ആട്ടം കൂടി ചെയ്തിരുന്നു. അപ്പോൾ അത് ഇതിനും വലിയ കൂടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വീടിന്റെ മേലിൽ നമുക്കിത് ചെയ്ത് ക്ലിയർ ആക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കൂടിന്റെ വിശേഷം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ നമുക്ക് എവിടെയാണെങ്കിലും വന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുതരും. GST ബില്ല് പറഞ്ഞാൽ ഇത് മെറ്റീരിയൽ ബില്ലാണ് നമ്മൾ എടുത്തു കൊടുക്കുക. അതായത് നിങ്ങൾക്കാണ് ഇപ്പോൾ വീട്ടിലെ നാഥേരുടെ പേരിലായിരിക്കും മിക്കതും പാസ്സാവുക. അപ്പോൾ അവരുടെ പേരിലാണ് നമ്മൾ ബില്ല് എടുത്തു കൊടുക്കുക.
അത് നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിൽ പോയി സെർച്ച് ചെയ്താൽ അവിടുത്തെ തൊഴിലുറപ്പിൻ്റെ ഇതുണ്ട്, സെക്ഷൻ ഉണ്ട്. അവിടെ പോയി പറഞ്ഞാൽ നമ്മൾ കർഷകനാണെങ്കിൽ അവർ വന്ന് സ്ഥലമൊക്കെ നോക്കി നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ അവർ പാസ്സാക്കി തരും, നിങ്ങളോട് കൂട് പണിതോളം പറയും. ബാക്കിയൊക്കെ നമുക്ക് കൂടുപണിയും പരിപാടിയൊക്കെ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. പക്ഷെ നമുക്ക് പൈസ കിട്ടാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിലേക്കാണ് കുറച്ചാണ് പൈസ അക്കൗണ്ടിൽ വരുള്ളൂ. അത് നിങ്ങൾ കൂടുപണിന്റെ സൈസിനനുസരിച്ചാണ് കേട്ടോ പൈസ വരാം. ഇപ്പൊ ഈ കൂട് പറഞ്ഞാല് 8.4 എന്ന് പറയുമ്പോൾ അവർ അതിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കൂട്ടി അതിനൊരു വില നിശ്ചയിക്കും. ആ വിലയെ നമുക്ക് കിട്ടുള്ളൂ, അല്ലാണ്ട് എല്ലാത്തിനും 1 ലക്ഷം രൂപ ഒന്നും കിട്ടില്ല. 1 ലക്ഷം രൂപ വരെ പഞ്ചായത്തിൽ നിന്ന് പാസ്സാവുന്നുണ്ട്. അത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിലും കൂടുതൽ പാസ്സാവുന്നുണ്ട് കേട്ടോ. ഇത് കുറെ കൊല്ലങ്ങളായിട്ടുള്ളതുണ്ട്, 8-9 കൊല്ലം മുമ്പുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതായത് ആട്ടുംകൂട്, കോഴിക്കൂടിനൊക്കെ ഇത് പാസ്സാവുന്നുണ്ട്, പിന്നെ പശുത്തൊഴുത്തിനൊക്കെ പാസ്സാവുന്നുണ്ട്. അപ്പൊ ആരും അത് യൂസ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോഴും ഇത്രയും കൊല്ലമായിട്ടും പകുതി ആൾക്കാർക്ക് ഇത് അറിയുന്നില്ല. അതാണ് മെയിൻ കാര്യം. ശരിക്കും കർഷകർക്ക് ശരിക്കും എത്തിക്കാൻ വളരെ ഉപകാരമുള്ള കാര്യം അത്. ഒന്നാമത് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു ആട്ടുംകൂട് പണിയാൻ പോണ്. അപ്പൊ നമ്മളെന്തായാലും കാശ് ചെലവാക്കി പണിയാൻ പോണ്. അപ്പൊ നമ്മൾ പണിത് കഴിഞ്ഞ് നമ്മൾ ആ ബില്ലും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ പൈസ ഒരു 90% നമുക്ക് തിരിച്ച് കയ്യിൽ വരും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഉപകാരമല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ബോണസ് പോലെ പൈസ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ കർഷകനാണെങ്കിൽ അത് ഉപകാരമാണ്. അല്ലാണ്ട് വെറുതെ നേരം വയ്ക്കുന്നത് പണിയാന്ന് വെച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവര് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ കമന്റ് ഇടാറുണ്ട്, ഇത് മുഴുവൻ കിട്ടൂല, അല്ലെങ്കിൽ കിട്ടിയതിനെ കുറേശ്ശെ വല്ലപ്പോഴേ കിട്ടുള്ളൂ. ഞാൻ പറയുന്നത് കർഷകർക്കാണെങ്കിൽ അത് ഉപകാരമാണ്. എപ്പോൾ കിട്ടിയാലും അത് ഉപകാരമാണ്. വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടിയാലും നമുക്കത് ഉപകാരമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആടിനെ വളർത്തി അത് വലുതാക്കി പ്രസവിച്ച് കുട്ടിയുണ്ടായി, അത് അതിന് വിറ്റ് കിട്ടുന്നതിന് മുമ്പ് നമുക്കത് പൈസ കയ്യിൽ വന്നല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. എന്ന് വെച്ചാൽ കർഷകർക്ക് എപ്പോഴായാലും അതൊരു ബോണസ് പോലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് പഞ്ചായത്ത് പറയണ മാനദണ്ഡത്തിൽ നമ്മൾ ചെയ്യണം എന്നുള്ളൂ. ഇപ്പൊ ഇവിടെ വീടിന്റെ മേലെ ചെയ്ത് നമ്മൾ പൊതുവെ അടിയിലാണ് ചെയ്യുക. അടിയിൽ ചെയ്യുമ്പോൾ ഭിത്തി കെട്ടി അതിന്റെ മേലെ ചെയ്യണം എന്നൊരു നിർബന്ധം പറയുന്നുണ്ട്. നമ്മളെ വാടാൻപള്ളിയിലൊക്കെ അങ്ങനെ നിർബന്ധം പറയുന്നുണ്ട്. പുറമെ എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മള് വേറെ സ്ഥലത്തൊക്കെ ചെയ്യുമ്പോൾ ചില മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാനൊക്കെ പറഞ്ഞു. അപ്പൊ അതായത് ഇതിന് കാരണം ചിലപ്പോഴേ ഇപ്പൊ പ്രളയം അനുബന്ധ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറാൻ ഈ ആടുകളൊക്കെ ഉയരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്ര ഹൈറ്റിലൊക്കെ പറയണത്. അവർ ഒരു മാനദണ്ഡം പറയുന്നുണ്ട്. അത് കാരണമായിരിക്കണം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് സെറ്റ് തരും. ട്രാൻസ്പോർട്ട് ചാർജ് എക്സ്ട്രാ വരും. ആവശ്യക്കാരനെങ്കിൽ നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വിളിച്ചിട്ട് കിട്ടാത്തതുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ പറ്റും. പലതും പല സൈസും പല ക്വാളിറ്റിയിലും ചെയ്തുള്ള കാരണം നമ്മൾ വില ഇതിൽ പറയാറില്ല. എന്നുവെച്ചാൽ വില പറഞ്ഞാൽ അതിന് കമൻറ്റിന് താഴെ മോശം കമൻറ്റുകളൊക്കെ വരുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.